ഹലോ ഫ്രണ്ട്, വെൽക്കം ടു ടെക് റിവ്യൂസ് ഓൺ മലയാളം. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു യൂസ്ഡ് ഐഫോൺ 16e ആണ്. യൂസ്ഡ് എന്ന് പറയുമ്പോൾ വെറും 2 മാസം യൂസ് ചെയ്തിട്ടുള്ള ഫോണാണ് ഈ കാണുന്നത്. സോ ബാക്കി 10 മാസത്തെ വാറൻറ്റിയോട് കൂടിയാണ് ഈ ഫോൺ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഒന്ന് ബ്രീഫായിട്ട് കാണാം. ആപ്പിൾ പുറത്തിറക്കിയുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഈ ഫോണിൻ്റെ പ്രത്യേകത എന്നാൽ 16 സീരീസിലെ ഏകദേശം സെയിം പെർഫോമൻസ് തന്നെയാണ് ഇതിലും വരുന്നത്. ഐഫോൺ 16 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിലുള്ള ഡൈനാമിക് ഐലൻഡും അൾട്രാവൈഡ് ക്യാമറയുമാണ് ഇതിൽ മിസ്സിംഗ് ആയിട്ടുള്ളത്. ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് ഐഫോൺ 16ൻ്റെ പെർഫോമൻസ് തന്നെയാണ് നമുക്ക് ഐഫോൺ 16e ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ മികച്ച ഒരു യൂസർ എക്സ്പീരിയൻസ് ആണ് ഇതിൽ നിന്നും ലഭിക്കുന്നത്. മറ്റ് ഫോണുകളിലെ പോലെ തന്നെ ഫേസ് ID അൺലോക്കാണ് ഇതിലും വരുന്നത്. ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് ടൈറ്റാനിയം വൈറ്റ് കളറിലുള്ള ഐഫോൺ 16e ആണ്. 16e ആകെ രണ്ട് കളറിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്, ഒന്ന് ബ്ലാക്കും ഒന്ന് വൈറ്റും. നമുക്കിതിൻ്റെ സെറ്റിംഗ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് 128 GB വേരിയൻ്റ് ആണ് കാണാം. അതുപോലെ തന്നെ ലേറ്റസ്റ്റ് സ്റ്റാൻഡേർഡ് ആണെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. പിന്നെ ഇതിൻ്റെ വാറണ്ടി ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് 2 months യൂസ് ചെയ്തിട്ടുള്ളതും ബാക്കി 10 മാസം വാറണ്ടി ആണെന്ന് നമുക്ക് മൊബൈലിൽ തന്നെ കാണാൻ സാധിക്കും. 100% ബാറ്ററി ഹെൽത്തോട് കൂടി തന്നെയാണ് ഈ ഫോൺ അവൈലബിൾ ആയിട്ടുള്ളത്. ആപ്പിളിൻ്റെ മറ്റ് ഇൻ്റലിജൻസ് ഫീച്ചേഴ്സും ഇതിലുണ്ട്. നമുക്കിതിൻ്റെ ക്യാമറ ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വൈഡ് ആംഗിൾ ക്യാമറ ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ ഓപ്ഷൻ ഇതിനകത്ത് കാണുന്നില്ല. ബാക്കി എല്ലാ ഫോട്ടോ വീഡിയോ ഓപ്ഷൻസും ഇതിനകത്ത് കാണാം. ഈ ക്യാമറയിൽ എടുത്തിരിക്കുന്ന കുറച്ച് വീഡിയോസും ഫോട്ടോസും നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കിഡിലൻ ഫോട്ടോസും വീഡിയോസുമാണ് ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കാനായിട്ട് പ്രത്യേകിച്ച് ഡെപ്ത് സെൻസർ ഇല്ലാത്തതുകൊണ്ട് ആൾക്കാരുടെ ഫേസ് സെൻസ് ചെയ്തിട്ടുള്ള പോർട്രേറ്റ് ഫോട്ടോസ് മാത്രമേ ഇതിനകത്ത് എടുക്കാൻ സാധിക്കുകയുള്ളൂ. അത് സോഫ്റ്റ്വെയർക്ക് എൻഹാൻസ് ചെയ്തിട്ടുള്ള പോർട്രേറ്റ് ഫോട്ടോസാണ്. എന്നാലും പെർഫോമൻസ് കിഡിലൻ തന്നെയാണ്. ഓഡിയോ വീഡിയോ പ്ലേബാക്ക് ക്വാളിറ്റി ചെക്ക് ചെയ്യുകയാണെങ്കിലും നല്ല കിഡിലൻ ക്വാളിറ്റി തന്നെയാണ് ഇതിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത്. നമുക്കൊന്ന് കേട്ട് നോക്കാം. ഐഫോണിലുള്ള സ്റ്റീരിയോ സ്പീക്കേഴ്സ് വളരെ നല്ലൊരു സറൗണ്ടിങ് എക്സ്പീരിയൻസ് ആണ് നമുക്ക് തരുന്നത്. ഗെയിമിംഗ് പെർഫോമൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ബാക്കി എല്ലാ 16 സീരീസിലെ ഫോണിലെ പോലെ തന്നെ പീക്ക് ലെവലായിട്ടുള്ള ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് തന്നെയാണ് 16eയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ലുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. സ്ക്രീൻ നോക്കിക്കഴിഞ്ഞാൽ പെർഫെക്റ്റ് കണ്ടീഷൻ തന്നെയാണ് ഇതുള്ളത്. ഓരോ ഡോട്ടോ വൈറ്റ് സ്പോട്ടോ ലൈൻസോ ഒന്നും തന്നെ അതില്ല. അതുപോലെ തന്നെ ബാക്ക് ഗ്ലാസും പെർഫെക്റ്റ് കണ്ടീഷനാണ്. എന്നാൽ ഇതിൻ്റെ എഡ്ജസ് ഒന്ന് ചെക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ ഇവിടെയായിട്ട് ഓരോ ചെറിയ പാച്ചസ് പോലുള്ള ഡോട്ട്സ് കാണാം. പിന്നെ ടോപ്പ് റൈറ്റ് കോർണറിൽ ഒരു ചെറിയ സ്ക്രാച്ചും കാണാൻ സാധിക്കും. ഇതെല്ലാം പക്ഷേ വളരെ ചെറിയ തോതിലുള്ള സ്ക്രാച്ചസ് മാത്രമാണ്. ക്യാമറ ലെൻസ് ഒക്കെ പെർഫെക്റ്റ് കണ്ടീഷൻ തന്നെയാണ്. സോ ഓവറോൾ ലുക്ക് നോക്കുകയാണെങ്കിൽ ഒരു വെരി ഗുഡ് നൈസ് കണ്ടീഷൻ തന്നെയാണ് ഇത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ബ്രാൻഡ് ന്യൂ ലുക്ക് എന്ന് പറയാൻ സാധിക്കുന്നില്ലെങ്കിലും ഒരു ഫ്രഷ് ലുക്ക് തന്നെയാണ് 16eയിൽ നമ്മൾ കാണുന്നത്. 54,900 രൂപ വരുന്ന ഈ ഐഫോൺ 60 നിങ്ങൾക്ക് വെറും 40,000 രൂപക്ക് 10 മാസത്തെ റിമൈനിങ് വാറണ്ടി സഹിതം ലഭ്യമാണ്. ഇത് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന ടെലൻട്രിക് എന്ന മൊബൈൽ ഷോപ്പുമായി ബന്ധപ്പെടാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ
വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി അമർത്തുക. താങ്ക് യു.